കേരളത്തിലെ എത്ര ടോൾ ഇടങ്ങളിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ഈ 10-23 പേര് മരിക്കുകയും ചെയ്തു കേട്ടോ. ദേശീയപാത നിർമ്മാണം തുടങ്ങിയതിനു ശേഷം ഗതാഗത കുരുക്കുണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ഇടത്ത് മാത്രം സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് കുറച്ച് നാൾ ടോൾ പിരിവ് ഇല്ലാതെ പോയി. ഈ കാര്യം സർക്കാരിന് ഉന്നയിക്കാം. ഈ കാര്യം സുപ്രീം കോടതിയിൽ ഈ പറയുന്ന ടോൾ പ്രശ്നങ്ങൾ അടക്കമുള്ളവയിൽ ഉന്നയിക്കാം. ഇനി അതല്ലെങ്കിൽ നോക്കൂ, തിരുവനന്തപുരത്ത് ദേശീയപാത പണി നടക്കുന്ന ഇടത്ത് ടോൾ പിരിവ്, അതായത് 2 കിലോമീറ്ററെങ്കിലും കഴിഞ്ഞാലാണ് ടോൾ പിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത്. 200 മീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ടോൾ പിരിക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെ ഒന്നും ഈ ടോൾ പിരിക്കരുത് എന്ന നിർദ്ദേശം നൽകാൻ അല്ലെങ്കിൽ ടോൾ പിരിക്കുന്നതിനെതിരെ കോടതിയിലേക്ക് പോകും. നമ്മൾ എന്തിനൊക്കെ കോടതിയിൽ പോയിട്ടുണ്ട്? ഒരു മിനിറ്റ്, നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും കോടതി പോയിട്ടുണ്ട്. അതെങ്ങനെ പറ്റുന്നത്? മെമ്മോറാണ്ടത്തിൽ നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന ക്ലോസ് അനുസരിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് ടോൾ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡാണ്. ആ റോഡിന് സംസ്ഥാന സർക്കാരിന് ക്ലെയിം ഇല്ല സാർ. അല്ല, ആ റോഡിൽ ടോൾ പിരിക്കരുത് തൽക്കാലത്തേക്ക് എന്ന് കോടതി പറഞ്ഞോ? പൂർത്തിയാക്കും മുമ്പ് അവിടെ ആരാ പരാതി പോയത്? അതാണ്. പക്ഷേ അവിടെ ആ സമയത്ത്, അതായത് ഈ കേസിന്റെ വാദപ്രതിവാദം നടക്കുന്ന സമയത്ത് സർക്കാർ അഭിഭാഷകരുണ്ട്. അവർക്ക് ഈ സാഹചര്യം ചൂണ്ടിക്കാണിക്കാം. ചെയ്യുന്നില്ല. അവരെങ്ങനെ ചൂണ്ടിക്കാണിക്കുക? അതൊരു പ്രൈവറ്റ് ഏജൻസിയാണ് നടപ്പാക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അതിലെ മറുപടി പറയേണ്ടത്. NHAയുടെ അഭിഭാഷകരല്ല ഡോക്ടർ അരുൺകുമാർ അവിടെ ഉണ്ടായിരുന്നത്. NHAയുടെ അഭിഭാഷകർക്കൊപ്പം ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകർ കൂടിയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകർ അന്ന് അവിടെ ഇതിനു വേണ്ടിയിട്ട് വാദമുന്നയിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരും അഭിപ്രായം പോലും പറഞ്ഞില്ല. പറയാൻ പറ്റും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിഷയത്തിൽ നാഷണൽ ഹൈവേ നടക്കുന്ന പ്രശ്നമല്ലേ? അഭിഭാഷകർ പിന്നെ അവിടെ പോയത് എന്തിനാണ്? റോളില്ലെങ്കിൽ എന്തിനാണ് പോയത്? നോക്കൂ, ഇതെങ്ങനെ നിർമ്മിക്കുന്നത്? കാണാൻ പോയതാണ്. പാത ഏറ്റെടുത്ത് കൊടുത്തത് സംസ്ഥാന സർക്കാർ, ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത് സംസ്ഥാന സർക്കാർ, ബാക്കി ഏകോപനം നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നിർമ്മിക്കുന്നത് സ്വകാര്യ ഏജൻസികൾ കോൺട്രാക്ട് എടുത്ത് നിർമ്മിക്കുന്നു. കേന്ദ്ര ഏജൻസി പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന് നിക്ഷിപ്തമായ ഒരു പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കത് കൃത്യമായി പൂർത്തീകരിച്ച് കിട്ടാത്ത സാഹചര്യമുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ പൂർത്തീകരിക്കാത്തത് എന്നല്ല, പൂർത്തീകരിച്ച് കിട്ടാത്ത സാഹചര്യമുണ്ട്. 2025 മുമ്പ് പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നല്ലോ കരാർ. പൂർത്തീകരിച്ച് കിട്ടിയില്ല. നമുക്ക് ഗതാഗത പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ആക്സിഡന്റുകളുണ്ട്, നമുക്ക് ജീവനഷ്ടങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കുന്ന ഇടത്ത് NHAയ്ക്ക് അനധികൃതമായി അതായത് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ സംസ്ഥാനത്ത് നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ ടോൾ പിരിവിലൂടെ എടുത്തുകൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇതൊരു മനുഷ്യത്വ വിരുദ്ധതയാണോ? ഇത് ഒരു സിവിക് സെൻസിനെതിരായ വെല്ലുവിളിയാണോ? സംസ്ഥാന സർക്കാരിന് സേയില്ലേ? വിമർശനമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, സംസ്ഥാന സർക്കാരിന്റെ വിമർശനം നിങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായമായിട്ട് പറയാമെന്നതിനുമപ്പുറം കോടതിയിൽ നിലവിൽ സ്റ്റേറ്റും യൂണിയൻ എത്രയോ തവണ ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വ ദേശീയപാത അതോറിറ്റിയാണെന്ന് പറയുക മാത്രമല്ല, നിതിൻ ഗഡ്കരിക്ക് കത്തെഴുതിയിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രശ്നവുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ആശയവിനിമയം നടത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതുമൂലം സംസ്ഥാനത്തുണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങളും ജീവനഷ്ടമടക്കമുള്ള പ്രശ്നങ്ങളും അതിനോട് NHA ടോൾ പിരിച്ച് ആയിരക്കണക്കിന് കോടി രൂപ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എവിടെ എതിർപ്പ് പറയുന്ന? രാഷ്ട്രീയമായി പറയൂ. എങ്ങനെ എതിർപ്പ് പറയാൻ പറ്റും? മൈക്ക് കെട്ടിവെച്ച് പറയാമല്ലോ. മുഖ്യമന്ത്രി രാഷ്ട്രീയമായ എതിരഭിപ്രായമുള്ള എന്തൊക്കെ ദേശീയപാത അതോറിറ്റി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ടോൾ പിരിച്ചൊരു സ്ഥലമായിരുന്നു മഞ്ചേശ്വരം. അവിടെ CPM-ഉം മുസ്ലിം ലീഗും അടക്കമുള്ള മുഴുവൻ ആളുകളും പ്രതിഷേധത്തിൽ ഇറങ്ങി. സംയുക്തമായ പ്രതിഷേധമാണ്. ഒടുവിൽ അവർക്ക് ഇത് പിൻവലിക്കേണ്ടി വന്നു. ഇങ്ങനല്ലാതെ ബാക്കി ഏത് സ്ഥലമുണ്ട്? അതായത് 25 കിലോമീറ്റർ വന്നു എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കാതിരിക്കുന്നതിന്റെ എന്താണ്? പ്രതിഷേധിക്കേണ്ടത് സംസ്ഥാന സർക്കാർ. എങ്ങനെ പ്രതിഷേധിക്കാതെ? സംസ്ഥാന സർക്കാരിന്റെ MLA-മാരടക്കം ഇറങ്ങി നിന്ന് എവിടുത്തെ കാര്യം പറയുന്നത്? നോക്കൂ, ഇവിടെ തൃശ്ശൂരെ കാര്യമാണോ ഈ പറയുന്നത്? എറണാകുളം തൃശ്ശൂരാണോ? എല്ലായിടത്തെയും തൃശ്ശൂരുള്ള കാര്യത്തിൽ കോടതി ഇടപെട്ടില്ലേ? കോടതിയാണ് ഇടപെട്ടത്. സംസ്ഥാന സർക്കാർ ഒരു രാഷ്ട്രീയ അഭിപ്രായം പോലും രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാർ പദ്ധതിക്കെതിരെയോ? അല്ലല്ല, ഞാനൊരു കാര്യം ചോദിച്ചേ. ബജറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞാൽ ബജറ്റ് തിരുത്തുവോ? ബജറ്റിൽ നമുക്ക് കൃത്യമായി അലോക്കേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞാൽ ബജറ്റ് തിരുത്തുമോ? അപ്പൊ നടക്കാത്ത കാര്യങ്ങളിൽ രാഷ്ട്രീയ അഭിപ്രായം നമ്മൾ പറയാറില്ലേ? വേണമെങ്കിൽ തിരുത്താം. പ്രശ്നം തരുമോ? മാധു വിചാരിച്ചത് ഇപ്പൊ സംസ്ഥാന സർക്കാരിന് ഇപ്പൊ ഉദാഹരണത്തിന് തൃശ്ശൂരിലെ എടപ്പള്ളി ടോൾ
മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിൽ ഉണ്ടായ ഗതാഗതക്കുരുക്കാണ് വിഷയം. അതിന് സംസ്ഥാന സർക്കാർ പലവഴി അവിടുത്തെ മാത്രം കാര്യമാണ് ഞാൻ വിചാരിച്ചത്. ഡോക്ടർ അരുൺകുമാറിനെ എങ്ങനെയാണ് അറിയാവുന്നത്? എല്ലായിടത്തെയും കാര്യം ഇപ്പൊ നോക്കൂ, തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് ഒരു ടോൾ ഉണ്ട്. ആ തിരുവല്ലത്ത് ദേശീയപാത അതോറിറ്റിയുടെ DPR തന്നെ പ്രശ്നമായിരുന്നു. അവിടെ 2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ 150 രൂപ ടോൾ കൊടുക്കണം. അവിടെ ഇനി മേൽപ്പാലം പണിയേണ്ടതുണ്ട്. പക്ഷെ അവിടുത്തെ മുഴുവൻ ഗതാഗത പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് പോകുന്ന ആളാണ് ഈ ടോൾ കൊടുക്കുന്നത്. അവിടെ യുവജന സംഘടന ഉണ്ട്, കോൺഗ്രസിന്റെ ഉണ്ട്, BJP ഉണ്ട്. യുവജന സംഘടനകൾ എതിർക്കണം എന്ന് പറയുന്നതൊന്നും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ മാധു പറഞ്ഞ സർക്കാർ എതിർക്കണം എന്ന് പറയുന്നത് നടക്കുന്നില്ല. നമ്മൾ അടുത്ത ബജറ്റിന് മുമ്പ് ദേശീയപാതയിലൂടെ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുമെന്ന് പറയുന്നത് സംസ്ഥാനം വികസനത്തിന്റെ ഒരു പുതിയ നാഴികക്കല്ല് തീർക്കും, പിന്നിടും ഇലക്ഷന് മുൻപ് എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പേരിലാണല്ലോ അത്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൊടുത്ത ഉറപ്പാണ്. പാലിക്കപ്പെട്ടില്ല. കേന്ദ്ര സർക്കാരാണെന്നേ. ഞാൻ തർക്കിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ അടുത്ത ബജറ്റ് എന്നിട്ട് എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധത്തിലുള്ള ഒരു പാത നിർമ്മിക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ PWD വകുപ്പ് ഉപരിതല ഗതാഗത വകുപ്പുമായിട്ട് ഒരു കത്ത് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ല, അതെന്താ? നമ്മളെ ഇവിടുത്തെ മിനിസ്റ്റർമാരും MP മാരും അടക്കമുള്ളവർ ഡൽഹിയിൽ പോയി സമരം ചെയ്തിട്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിനല്ല ഏത് വിഷയത്തിനാണെങ്കിലും പോയിട്ടില്ലേ? നമുക്ക് ഇതാണ് ഡോക്ടർ നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? രാഷ്ട്രീയ സമരങ്ങൾ, വിവാദങ്ങൾ, അതിനപ്പുറത്ത് അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തു ചെയ്യുന്നു? ഒരു മിനിറ്റ് ഞാൻ തീർക്കട്ടെ. ഇത്രയും നേരം പറഞ്ഞല്ലേ ഡോക്ടർ അരുൺകുമാറെ, ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ്. അപ്പോ രാഷ്ട്രീയ വിഷയങ്ങളിൽ നമ്മൾ വിമർശനം ഉന്നയിക്കുന്നു, അടിസ്ഥാനപരമായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നില്ല. അവിടെ നമ്മൾ അസത്യമായ കാര്യങ്ങൾ എൻകാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു, വോട്ടാക്കാൻ ശ്രമിക്കുന്നു. ഞാനിപ്പോ ഡോക്ടർ അരുൺകുമാറിനോട് ഇത്രയും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നമുക്ക് എന്താ പോയി സമരം ചെയ്താൽ എന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ പറയാണ് രാഷ്ട്രീയ വിഷയത്തിലല്ലേ നമ്മൾ സമരത്തിന് പോയിട്ടുള്ളൂ. അതല്ലേ ഈ നേരത്തെ ഡോക്ടർ അരുൺകുമാർ ചർച്ച പറഞ്ഞ രാഷ്ട്രീയ വിഷയത്തിന് ചർച്ചയ്ക്ക് പോകാം, സമരത്തിന് പോകാം. റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യത്തിൽ ചർച്ചയ്ക്ക് പോകുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത്രേ ഉള്ളൂ. മാധു യഥാർത്ഥത്തിൽ പറയുന്നത് കേന്ദ്ര സർക്കാർ എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കിയത് തിരുത്തിക്കോളൂ. ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തിയതായി മാധുവിന് അഭിപ്രായമുണ്ടോ? ഇല്ല ആണല്ലോ. ഇനി കേന്ദ്ര സർക്കാർ ഒരു വീഴ്ച വരുത്തിയാൽ അത് കേന്ദ്രത്തെ ചൂണ്ടിക്കാണിച്ച് അറിയിക്കുക എന്നതിനുമപ്പുറം സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർ അരുൺകുമാർ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയ കാര്യങ്ങൾ ഡൽഹിയിൽ പോയി നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ സമരത്തിന് പോയാൽ എന്താ? ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോകാൻ നമുക്ക് അത് പോകണ്ട എന്നൊരു അഭിപ്രായമില്ല കേട്ടോ. പോകണ്ട എന്നൊരു അഭിപ്രായമില്ല. പോകണ്ട എന്നൊരു അഭിപ്രായമില്ല. നമ്മൾക്ക് ഏത് വിഷയത്തിലാണെങ്കിലും രാഷ്ട്രീയ താല്പര്യമുണ്ടെങ്കിൽ കേസിന് പോകാം, സമരത്തിന് പോകാം. അടിസ്ഥാന വിഷയങ്ങളിൽ സമരത്തിന് പോകാനോ കേസിന് പോകാനോ നമുക്ക് കഴിയില്ല എങ്കിൽ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ അഭിപ്രായം എല്ലാവർക്കും ബാധകമാണെന്നേ പറഞ്ഞുള്ളൂ. സംസ്ഥാന സർക്കാർ കേസിന് പോകുക എന്ന് പറയുന്നത്, ഒരു സംവിധാനത്തിൽ രാഷ്ട്രീയമായി സമരം ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ, പ്രത്യേകിച്ച് യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലുമുള്ള വിഷയങ്ങളിൽ ഏത് വിഷയത്തിലാണ് കേസിന് പോകാൻ കഴിയുക, ഏത് വിഷയത്തിലാണ് കേസിന് പോകാതിരിക്കാൻ കഴിയുക? അത് ഭരണഘടനാപരമായി നിശ്ചയിക്കപ്പെട്ട ഒന്നല്ലേ? അവിടെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് പോകാൻ കഴിയുക? സാങ്കേതികമായി കഴിയില്ലല്ലോ. അതാണ് എൻ്റെ ചോദ്യം. ബാക്കി കാര്യങ്ങൾ, അതായത് യുവജന സംഘടനകൾ, മറ്റു കാര്യങ്ങളിലും വേണമെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ അതിൽ കുറ്റം പറയാൻ തയ്യാറല്ല. അങ്ങ് രാഷ്ട്രീയ താല്പര്യം എന്നിൽ അടിച്ചേൽപ്പിക്കരുത്. രാഷ്ട്രീയ താല്പര്യം എനിക്കുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞത് ആ ആർജവം മറ്റു വിഷയങ്ങളിൽ കാണിക്കണം എന്നത് മാത്രമാണ്. അതിന്റെ ആഗ്രഹമാണല്ലേ പറയാൻ എനിക്ക് പൗരബോധം. ആ ആർജവം ഇടത് യുവജന സംഘടനകളും മുസ്ലിം ലീഗിന്റെ സംഘടനകളും കോൺഗ്രസിന്റെ സംഘടനകളും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്കതിൽ പൂർണ്ണ സമ്മതമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ടോൾ വിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻ നിശ്ചയിച്ച ധാരണ പ്രകാരം, സർക്കാർ മാനദണ്ഡ പ്രകാരം ടോൾ വിരിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ കേസ് പോകണമെന്ന് പറയുമ്പോൾ ധാരണയിൽ അടിസ്ഥാന സൗകര്യം അടക്കമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം കൂടിയുണ്ട്. ഇങ്ങോട്ടില്ലാത്ത അങ്ങോട്ട് കൊടുക്കണ്ട എന്ന നിലപാടെടുക്കാമല്ലോ. ശരി. Meet the editors.